കോഡ് ലെറ്റർ ബി. വിഷയം ജംഉ സ്വലാത്ത് വ ഖസ്റുഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ധാരാളം ഇളവുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ നിസ്കാരത്തിൽ നൽകിയ ഇളവാണ് ഈ ജംഉം കസ്റാക്കുക എന്നുള്ളത്. ജംഉം കസ്റാക്കി നിസ്കരിക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും ഇന്ന് പലരും നിസ്കാരം ഖളാക്കാറുണ്ട്. എന്താണ് ജംഉ, എന്താണ് കസ്ർ, ഏത് യാത്രയിലാണ് ഈ ജംഉം കസ്റും അനുവദനീയമാകുന്നത് എന്ന് ഇന്ന് നമ്മളിൽ പലർക്കും അറിയുന്നില്ല എന്ന കാര്യം നാം ഓർക്കണം, പ്രത്യേകിച്ചും സ്ത്രീകൾ. അപ്പൊ നമുക്ക് എന്താണ് ജംഉ എന്ന് നമുക്ക് നോക്കാം. ജംഉ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിലേക്ക് മുന്തിപ്പിച്ചോ അല്ലെങ്കിൽ പിന്തിച്ചോ നിസ്കരിക്കുന്ന പ്രവൃത്തിക്കാണ് ജംഉ എന്ന് പറയുന്നത്. ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിലേക്ക് മുന്തിച്ചോ അല്ലെങ്കിൽ പിന്തിച്ചോ നിസ്കരിക്കുന്നതിനാണ് ജംഉ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കസ്ർ എന്ന് നോക്കാം. കസ്ർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരം. ഏതൊക്കെയാണ് 4 റക്അത്തുള്ള നിസ്കാരം? ളുഹ്ർ, അസ്ർ, ഇശാ എന്നിങ്ങനെയുള്ള 4 റക്അത്തുള്ള നിസ്കാരത്തെ ചുരുക്കി 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് കസ്ർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ നിസ്കാരത്തെയാണ് നമുക്ക് ജമ്മാക്കാൻ പറ്റുക എന്ന് നോക്കാം. ജമ്മാക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്നെങ്കിൽ ളുഹ്ർ, അസ്ർ, അല്ലെങ്കിൽ മഗ്രിബ്, ഇശാ. ഒന്നെങ്കിൽ ളുഹ്റിന്റെ സമയത്ത് അസ്റിനെ മുന്തിച്ച് നിസ്കരിക്കൽ, അല്ലെങ്കിൽ അസ്റിന്റെ സമയത്ത് ളുഹ്റിനെ പിന്തിച്ച് നിസ്കരിക്കൽ. ഇതുപോലെ തന്നെയാണ് മഗ്രിബും ഇശാവും. മഗ്രിബിന്റെ സമയത്ത് ഇശാനെ മുന്തിക്കലോ അല്ലെങ്കിൽ ഇശാന്റെ സമയത്ത് മഗ്രിബിനെ പിന്തിച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ജംഉ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ജംഉ, എന്താണ് കസ്ർ, ഏത് നിസ്കാരത്തിലാണ് ജംഉം കസ്റാക്കാൻ പറ്റുക എന്നത് നമുക്ക് മനസ്സിലായി. ഇനി എപ്പോഴാണ് നമുക്ക് ജംഉം കസ്റും അനുവദനീയമാകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ജംഉം കസ്റും അനുവദനീയമാകുന്നത് ഹലാലായ 2 മർഹല എത്തിയ യാത്രക്കാണ്. ഹലാലായ 2 മർഹല എന്ന് പറയുമ്പോൾ 132 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള യാത്രക്കാണ് ജംഉം കസ്റും അനുവദനീയമാകുന്നത്. ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ, ഇവിടുന്ന് കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടിലേക്ക് ഒരാൾ പോവുകയാണ്. അപ്പൊ കോഴിക്കോട്ടേക്ക് ഏകദേശം 170ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 132 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഹലാലായ യാത്രക്കാണ് ഈ ജംഉം കസ്റും അനുവദനീയമാകുന്നത്. അപ്പോൾ ഈ ജംഉം കസ്റാക്കുമ്പോൾ അതിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഒരാൾ ഇപ്പോൾ ജംഉം കസ്റാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ആ നാടിന്റെ പരിധി വിട്ടിട്ടായിരിക്കണം അവൻ നിസ്കരിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരാൾ കോഴിക്കോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഈ സാരിയയിൽ വെച്ച് തന്നെ അവൻക്ക് ജംഉം കസ്റാക്കി നിസ്കരിക്കാൻ പറ്റുകയില്ല. ഈ ദേളി എന്ന നാടിന്റെ പരിധി വിട്ടിട്ടാവണം അവനക്ക് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അവൻ തിരിച്ചു വരുമ്പോഴേക്കും അവൻ സാരിയിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ സാരിയയിൽ വെച്ചുകൊണ്ട് അവൻക്ക് പിന്തിപ്പിച്ച് നിസ്കരിക്കാൻ പറ്റുകയില്ല. അത് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ജംഉ ചെയ്ത് മുന്തിച്ച് നിസ്കരിക്കുമ്പോൾ കുറച്ച് നിബന്ധനകൾ ഉണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഒരാൾ മുന്തിച്ച് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ളുഹ്റിനെ അസ്റിന്റെ സമയത്ത് മുന്തിച്ച് നിസ്കരിക്കുന്നു. അപ്പൊ മുന്തിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം നിസ്കരിക്കേണ്ടത് ഏതാണോ ആദ്യത്തെ നിസ്കാരം. ഇപ്പൊ ളുഹ്റാണ് ആദ്യത്തെ നിസ്കാരം, അപ്പൊ ളുഹ്റാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് അസ്ർ നിസ്കരിക്കേണ്ടത്. മറ്റൊരു കാര്യം എന്നുള്ളത്
ഇപ്പൊ ഒരാൾ അസ്റിനെ ളുഹറിലേക്ക് മുന്തിച്ച് നിസ്കരിക്കുകയാണ്. അപ്പൊ മുന്തിച്ച് നിസ്കരിക്കുമ്പോൾ ഒരാൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടി, എന്നിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ അവൻ അസ്റിനെ ളുഹറിലേക്ക് മുന്തിച്ച് നിസ്കരിക്കുന്നു എന്ന് അവൻ നിയത്ത് വെച്ചിരിക്കണം. അങ്ങനെ നിയത്ത് വെച്ചവർക്കാണ് ജംഉം കസ്റും അനുവദനീയമാകുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഒരാൾ ഇപ്പോൾ ളുഹർ നിസ്കരിച്ച ഉടനെ തന്നെ അവൻ അസ്ർ നിസ്കരിക്കണം. ഒരാൾ ഇപ്പോൾ ളുഹർ നിസ്കരിച്ചു, അവൻ നിയത്തൊക്കെ വെച്ച് പിന്നെ കുറേ കഴിഞ്ഞ് അവിടെ ചുറ്റിയൊക്കെ വന്നുകൊണ്ട് അസ്ർ നിസ്കരിക്കാൻ അവർക്ക് പറ്റുകയില്ല. അവൻ ളുഹർ നിസ്കരിച്ച് അതിന്റെ ഉടനെ തന്നെ അവൻ അസ്ർ നിസ്കരിക്കണം. ഇപ്പോൾ നമ്മൾ മുന്തിച്ച് നിസ്കരിക്കുന്നതിന്റെ നിബന്ധനകൾ നമ്മൾ കേട്ടു. ഇനി പിന്തിച്ച് നിസ്കരിക്കുന്നതിന്റെ നിബന്ധന നമുക്ക് നോക്കാം. ഒരാൾ ഇപ്പോൾ ളുഹറിനെ അസ്റിലേക്ക് പിന്തിച്ച് നിസ്കരിക്കാൻ ഒരാൾ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് അസ്ർ ബാങ്കിന് മുമ്പായിട്ട് അവൻ നിയത്ത് വെച്ചിരിക്കണം. ളുഹർ ബാങ്കിന് ശേഷം സമയമുണ്ട്, അസ്ർ വരെ സമയമുണ്ട്. അങ്ങനെ അസ്ർ നിസ്കാരത്തിന്റെ ബാങ്കിന് മുമ്പ് അവൻ ളുഹറിനെ അസ്റിലേക്ക് പിന്തിച്ചു എന്ന് അവൻ നിയത്ത് വെച്ചിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ആദ്യം അവൻ ളുഹർ നിസ്കരിക്കലാണ്. അങ്ങനെ പിന്തിച്ച് നിസ്കരിക്കുമ്പോൾ അവൻ ആദ്യം ളുഹർ നിസ്കാരത്തെ ആദ്യം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എന്താണ് ളുഹർ, എന്താണ് ജംഅ്, എന്താണ് കസ്ർ, എപ്പോഴാണ് ജംആക്കാൻ പറ്റുക, എന്തൊക്കെയാണ് മുന്തിച്ച് നിസ്കരിക്കുമ്പോഴുള്ള നിബന്ധനകൾ, എന്തൊക്കെയാണ് പിന്തിച്ച് നിസ്കരിക്കുമ്പോഴുള്ള നിബന്ധനകൾ എന്നൊക്കെ നാം പറഞ്ഞു. ഇനി കസ്റാക്കുന്ന സമയത്തുള്ള നിബന്ധനകൾ നമുക്ക് നോക്കാം. ഒരാൾ ഇപ്പോൾ കസ്റാക്കി നിസ്കരിക്കുന്നു. കസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരത്തെ ചുരുക്കി 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് കസ്ർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ കസ്റാക്കാൻ വിചാരിച്ചു, ഒരു ളുഹർ നിസ്കാരത്തെ അവൻ കസ്റാക്കാൻ വിചാരിക്കുന്നുവെങ്കിൽ അവൻ പ്രത്യേകമാക്കി ഞാൻ കസ്റാക്കി നിസ്കരിക്കുന്നു എന്ന് അവൻ നിയത്ത് വെച്ചിരിക്കണം. അവന് ഏതൊക്കെയാണ് നിസ്കാരം കസ്റാക്കാൻ പറ്റുന്നത്? ളുഹർ, അസ്ർ, ഇശാ എന്നിങ്ങനെയുള്ള 4 റക്അത്തുള്ള നിസ്കാരത്തെയാണ് അവൻക്ക് കസ്റാക്കി നിസ്കരിക്കാൻ പറ്റുന്നത്. അപ്പൊ മഗ്രിബ് പറ്റൂല. മഗ്രിബ് ജംആക്കാൻ മാത്രം പറ്റും. മഗ്രിബും ഇശാവും അങ്ങോട്ടും ഇങ്ങോട്ടും ജംആക്കാൻ പറ്റും. ഒന്നെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് ഇശായിനെ മുന്തിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇശായിന്റെ സമയത്ത് മഗ്രിബിനെ പിന്തിച്ച് നിസ്കരിക്കാം. മഗ്രിബ് കസ്റാക്കാൻ പറ്റുകയില്ല, മഗ്രിബ് ജംആക്കാനേ പറ്റുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ട്, അപ്പൊ സുബൈ നിസ്കാരം ജംആക്കാനും പറ്റുകയില്ല, കസ്റാക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next chord, letter C.